ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഏറ്റവും ഭയാനപ്പെടുത്തുന്ന സുഷി സ്റ്റുഡിയോ ഭയാനകപ്പെടുത്തുന്ന ഗെയിം എന്നെല്ലാം പറഞ്ഞ് സ്റ്റുഡിയോൻ്റെ പേര് കൊണ്ടുപോയി തുടച്ചല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രേതം. നമുക്ക് ഇന്ന് കളിയിലേക്ക് പോവാം. യു സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദ റോങ്. മനസ്സിലായോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിടിക്കുന്നത്. ദ ക്യാമറാസ് ആർ നോട്ട് ദർ ഫോർ ദ ഫീഡ് ഈസ് ടേണിംഗ് ഹോസ്റ്റിംഗ് യുവർ അനോമലോ വെൽക്കം യു ആർ അബൌട്ട് ടു ബിക്കം എ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, നൈറ്റ് 1 ഒരു മിനിറ്റ്, ഈ ആഡിനെ ഉണ്ടാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ആഡൊക്കെ പോയിട്ടുണ്ട്. സെറ്റ് നൈറ്റ് 1 ആണ്. ഓക്കെ, ഇതെന്താ ഇങ്ങനത്തെ ബ്ലർ? ഞാനാക്കിയല്ല കേട്ടോ, ഗെയിമിലില്ലാന്ന് തോന്നുന്നു. അയ്യേ, ഇതെന്താ ഫോട്ടോ വെച്ചിട്ടുണ്ടാക്കിയ വീടോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രാനിയെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ വീടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ടെസ്റ്റർ അതൊക്കെ ഫുള്ള് ബ്ലെൻഡർ വെച്ച കളിയായിരുന്നില്ല, കുറച്ച് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു പി സി ലെവൽ ഫീൽ ആയിരുന്നു കേട്ടോ ഈ ഗെയിം. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇതൊക്കെ എടുക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. ഈ കുറേ ബുക്സ് കണ്ട അപ്പം ചാടുന്ന ഞങ്ങൾ ടീച്ചർ പറഞ്ഞിന് ഈ ബൊക്കെയൊന്നും നമുക്ക് വേണ്ട. ബുക്ക് ഇവിടെ വെക്കുന്നത് ബുക്കിനൊരു മാനമില്ലാത്തതാണ്, അതുകൊണ്ട് നമുക്ക് തയ്യാക്കാം. സീംസ് ഐ ലൈക്ക് ദെയർ ഹർ നെയ്ബർ ഹോം. അതിന് ഞാൻ എന്താക്കണം? എനിക്കിവിടെ കുറച്ച് ബുക്കെല്ലാം ചാടാനുണ്ട്. ഡു ദ ലോണ്ട്രി. ഓക്കെ, ഡേ ടാസ്ക് ആണ് ഡു ദ ലോണ്ട്രി. ലോണ്ട്രി പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണികളാണ് കഴുകണം എന്നല്ലേ? ഓക്കെ, ഇനി വാഷിംഗ് മെഷീൻ കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയും കാണാം വാഷിംഗ് മെഷീൻ? ഇവിടെയൊന്നും ഇല്ല. ബെഡ്റൂമിൽ ആരെങ്കിലും വാഷിംഗ് മെഷീൻ വെക്കുമോ? ഈ പൊട്ടനെ കൊണ്ട് ഞാൻ പോയിട്ട് എവിടെയെങ്കിലും നോക്കാം. ഇത് ഇവിടെ ടോയ്ലറ്റൊന്നും ഇല്ലേ? പിന്നെ എവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്? ഇംഗ്ലീഷുകാരൊക്കെ കിച്ചണിലാണ് വാഷിംഗ് മെഷീനൊക്കെ വെക്കാറ്. അതുകൊണ്ട് നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. ഇതല്ലേ കിച്ചണിൻ്റെ ഡോർ? ആയിരിക്കും, തുറന്ന് നോക്കാം. യെസ്, ദിസ് ഈസ് കിച്ചൺ. ഓക്കെ, 2 ഉണ്ട്, 1 അല്ല 2 ഉണ്ട്. റിച്ച് ഫാമിലിയാണ് നമ്മൾ. നമുക്ക് ബാക്കിലോട്ടൊക്കെ എന്തിനും കാണുന്നില്ലല്ലോ. പക്ഷേ അവിടെ ഒരു മാർക്ക് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. തുണി എവിടെ പോയി? അതെ, ഇവിടെ തുണി കിട്ടി. യെസ്, ഇനി ഇവിടോട്ടട. നമ്മൾ ഇവിടെ പ്രേതത്തിന് കണ്ടുപിടിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പണിക്കാരനായിട്ട് വന്നതാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പണിയെല്ലാം കൊണ്ടാണ് നമ്മളെ ചെയ്യിപ്പിക്കുന്നത്. ഇതെങ്ങനെ തുറക്കുന്നില്ലല്ലോ? തുറക്കാത്ത വാഷിംഗ് മെഷീനും കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ഈ പണിയും ചെയ്ത് ഇവിടെ താമസിക്കാൻ വേണം. പൈസയോ തരുന്നുമില്ല. 4 മണിയായി കേസ്. 4 മണി AM. ഓക്കെ, രാത്രി 4 മണിയാണ്. ഓടേണ്ട സ്വിച്ച് ഞാൻ ഞെക്കി വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഓടേണ്ടി വന്നാലും കുഴപ്പമില്ല. ഈ വാഷിംഗ് മെഷീൻ എന്താ വർക്കാവാത്തത്? ഓക്കെ, അതൊന്നും വർക്കാവില്ല. അവിടെ ഒരു മാർക്ക് ഉണ്ട്, നമുക്ക് ഇങ്ങനെ നോക്കാം. അതെന്തോ പോസ്റ്റ് ഓഫീസിൻ്റെ മാർക്കാണ്. അത് വലിയ കാര്യം വെച്ചെടുക്കണ്ട. നമുക്കിന്ന് പുറത്തോട്ട് പോവാം. അതാരാ? പുതിയ അതിഥി. ഒന്ന് ഈ വാഷിംഗ് മെഷീൻ്റെ തുണി ഒന്ന് നോക്കണേ, ഞാനിപ്പോൾ വരാം. ഓക്കെ, ഇയാൾ നോക്കിക്കോളും. ചായ കുടിക്കുന്നോ? 4 മണിക്ക് എന്തിനാ ചായ? അയാൾ പോയി. അയാൾക്ക് ഇവിടെ അത്യാവശ്യം കൊണ്ട് പോകാൻ തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ടാവുമോ? അങ്ങനത്തെ നല്ലവനൊന്നും ആയിരിക്കില്ല ഇയാൾ. ഓക്കെ, അതൊന്നും വലിയ കാര്യമാക്കണ്ട. ഇതൊക്കെ ഒരു ഹൊറർ ഗെയിം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ വരും. അതിനൊന്നും നമ്മൾ വലിയ മൈൻഡൊന്നും ആക്കാതെ മതി. ഇപ്പം 5:20 5:30 ഓക്കെ, നമുക്ക് ആ സമയം കൊണ്ട് പുറത്തോട്ട് പോയിട്ട് ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാം. ഓക്കെ ഗായ്സ്, എന്താണ് വിൻഡോക്ക് അപ്പുറത്ത്? എന്തുമില്ല. ഓക്കെ, ഞാൻ ചാവാൻ പോകുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളിത് കാണുക. നിങ്ങളെ ആഡ് കാണാൻ വിടും, ഈ ഗോസ്റ്റാർ എണ്ണ കാണാൻ വിടും ചിലപ്പോഴൊക്കെ. ഓക്കെ, അതൊന്നും നിങ്ങൾ വലിയ മൈൻഡാക്കണ്ട. നൈറ്റ് 2 ഇറങ്ങിയിട്ടുണ്ട്. 12:10 ആയിട്ടുണ്ട്. നമുക്ക് പുറത്തെല്ലാം നോക്കാം. പുറത്തൊക്കെ നല്ല വെളിച്ചമുണ്ട്. നമുക്ക് ജോഗിങ്ങിന് പോവുക. ഈ ഐലൻ കുറേ സമയമുള്ള പറഞ്ഞാൽ അപ്പുറത്ത് നെയ്ബറുണ്ട്. നമ്മൾ എന്താക്കണം? നെയ്ബറിൻ്റെ അടുത്ത് പോയിട്ട്. ഓക്കെ, ഇവിടെ ഒരു ബാത്തപ്പെല്ലാം കാണുന്നുണ്ട്. ബാത്തപ്പിൽ കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഡേ ടാസ്കിൽ വെച്ച് ഡു ദ ലോണ്ട്രിയിൽ പോവുക. ക്ലീൻ ദ പൂൾ, ഗെറ്റ് ദ മെയിൽ. ഓക്കെ, ഇത് 3 ടാസ്ക്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല വിശാലമായ റൂം. ഓടിക്കുക. പിന്നെ നമ്മുടെ നേരത്തെ തൊഴിലാളി അനോമിലി കൊടുത്തോളും. രാവിലെ വീട്ടിൽ ചവിടി പോയിക്കോളും. പണി നേരെ എടുക്കില്ല. ഇന്നലെ അവനെ കൊടുത്ത പണി നേരെ ചെയ്തിട്ട് ഞാൻ തന്നെ എടുക്കണം. എടുത്ത് ഞാൻ. ഓക്കെ, ഞാൻ തുണി എടുത്താൽ വരെ. ഓക്കെ, ഈ ഗെയിമിന് ചില സമയത്ത് ഗ്ലിച്ചാണ് കേട്ടോ. ഞാൻ വിട്ടിട്ട് ഇതാ കൈയൊക്കെ അനങ്ങുന്നത്. ഓക്കെ, കിട്ടി. നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഓക്കെ, തുണി അതിലേക്ക് ഇടാം. ഇട്ടോളൂ. യെസ്. ഓക്കെ, നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് കിടന്നുറങ്ങാം. നമ്മുടെ ഒരു പണിക്കാരനെ ഇവിടെ ഉണ്ടാക്കിയില്ല. എന്തിനൊന്നും ഒരു പൈസക്കും ഉള്ളില്ല. ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല. രാവിലെ തന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കോളും.
ഞാൻ നേരത്തെ പേടിച്ചു പോയി, പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഫോൺ വരെ പറക്കി ചാടി. പേടിയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. ഇനി ഇവരെ എവിടെയെങ്കിലും ഒളിച്ചു തീട്ടാൽ ഞാൻ പോകുമ്പോൾ നിറഞ്ഞു വരും എനിക്ക്. ഞാനും വന്നാലും മൈൻഡ് ആക്കൂല. അത് അപ്പുറത്തുണ്ട്, ഞാൻ മൈൻഡാക്കില്ല. മൈൻഡാക്കി കുട്ടിയല്ലേ. ഓക്കെ, മേരി ക്രിസ്മസ്. അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക് പുറത്തോട്ട് ജോലിയുണ്ട്. ഇവൻ ജോലി അടിക്കില്ല, നമ്മളെ കൊണ്ട് ജോലി അടിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, പൂള് വൃത്തിയാക്കണം. ഇവനെന്താ പൂളിലേക്ക് മൂത്രമൊഴിക്കുന്നതോ? എടാ പൂളൊന്ന് അതിൽ ചാടി വൃത്തിയാക്ക്. ഓക്കെ, എന്താ ഗെയിമിനെന്താ പറ്റുന്നേ? ഗെയിം തള്ളിയിരിഞ്ഞു പോയി ഗൈസ്. ഇതെൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നുമല്ല. ഓക്കെ ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. ഞാൻ ഇതായിരുന്നല്ലോ റീസൺ. ഞാൻ ഇനി ആദ്യമായിട്ടുള്ള കൊടുത്തിട്ട് ഗൈസ്, ബോഡി ഷേമിങ് ആണെന്നൊന്നും പറയരുത്. അവൻ പോയി. ഓക്കെ, നമ്മളെ വീട്ടിൽ ഷഡ്ഡി വലിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും, അതുപോലെ ഉണ്ട് അവനെ കാണാൻ. കുഴപ്പമില്ല, ബോഡി ഷേമിങ് ഒന്നുമല്ല. അവരെ വെറുതെ കളിയാക്കി വിട്ടതാണ്. ഓക്കെ, കത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വായിക്കാം. ഈ കത്ത് വായിക്കാറില്ല, പിന്നെ അതിൽ നമുക്ക് വരുമ്പോൾ അത് കളഞ്ഞടന്നാ. എന്തൊക്കെ അനോമലീസാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഗെറ്റ് ദ മേ. ഇനി ഇങ്ങോട്ടെല്ലാം പോകാൻ പറ്റും കേട്ടോ. അവിടെ ഒരു മാർക്ക് കാണുന്നുണ്ട്, 30 മീറ്റർ 29 മീറ്റർ. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല. നമുക്ക് ആ കൂട്ടത്ത് പോയി നോക്കാം. നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ധൈര്യമാരായിട്ട്. ഇവിടെ മെസ്സേജ് ഇതിൻ്റെ ആ ഫ്രണ്ട് തന്നെയുടെ പണിയാണ്. കുഴപ്പമില്ല, നമുക്ക് ഈ വീട്ടിലൊന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ, ചേച്ചിയെ നമ്മൾ ഇങ്ങനെ ഒന്നും നോക്കാൻ പാടില്ല. നമ്മൾ വീട്ടിൽ പോയി പോലെ ചേച്ചിയാ ഹലോ ബുക്കൊക്കെ വന്നതാണ്. അത്രയ്ക്ക് ആരുമില്ലേ? നമുക്ക് ഉള്ളോട്ടൊന്ന് പോയി നോക്കാം. ചേച്ചി ഇത്ര സ്പീഡിലൊന്ന്. ദെയർ ഈസ് ടു ഹെവി ടുഡേ യു ആർ കാരിങ് ദ വെയിറ്റ് ഓഫ് ദ ഔട്ട്സൈഡ് ഓഫ് യുവർ shoulders. Why do you brains the gravity here? ചേച്ചി എന്താ കഞ്ഞ പഠിച്ചതാ? ഓപ്പൺ ദ ഡോർ സൂസനോ? വൈൻഡ് വിസ്പേർഡ് ഇറ്റ് യു. ഏതോ വലിയ സാധനം അടിച്ച ചേച്ചിയാ. ചേച്ചി പോയേ? എല്ലാം മായ, സർവം മായ. ചേച്ചി സംതിങ് ഈസ് കമ്മിങ്. എന്താണ് ഗൈസ് വരുന്നത്? പരസ്യമായിരുന്നേ. ഓക്കെ, നമ്മൾ നൈറ്റ് 3 എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് ടെലിപ്പോർട്ടേഷൻ പവറൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അവിടെ ഉണ്ടായതാ, ഇവിടേക്ക് എത്തി. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇവിടെ നല്ല സുന്ദരമായ ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇത് കാണുമൊക്കെ കടന്നുറങ്ങാൻ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ഇത്രയോളം കണ്ടത്. എൻ്റെ വീഡിയോയിൽ ഇതുപോലത്തെ അടുത്ത വീഡിയോകൾ അടുത്ത കണ്ടൻറ്റ് വരെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.